2024 ജനുവരി ഫെബ്രുവരി മാർച്ചിലെ കറണ്ട് അഫെയറിൽ നിന്ന് മാത്രം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിൻ ലേറ്റസ്റ്റ് എഡിഷനിൽ പ്രസിദ്ധീകരിച്ചാണ്. കേരളം, ഇന്ത്യ, ലോകം എന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കേരളത്തിൽ നിന്നുള്ള നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. എന്തായിരുന്നു പേര്? കുറുമാട്ടി. 70 വയസ്സായിരുന്നു. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമായിരുന്നു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ, അത് ഓർഡറാണ്. ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് 2024 ഏപ്രിൽ 26. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് 2024 ഏപ്രിൽ 26. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. 8. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്നാണ്? കെ സ്മാർട്ട് പദ്ധതി 2024 ജനുവരി 1. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴ്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്നാണ്? 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴ്. മലയിൻകീഴ് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ്? ഫറോക്ക്. കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം ഫറോക്കിൽ. ഇതേ 253 ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ചോദ്യവും റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. വളരെ ടഫായിട്ടുള്ള റിപ്പീറ്റ് ചെയ്യാം. വീഡിയോ അല്ല, നിങ്ങൾ ബാക്ക് അടിച്ചൊന്ന് കണ്ടാൽ മതി. വല്ലാതെ നീണ്ടു പോകും വീഡിയോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യാം ഇതിനകത്ത്. ഞാനിതിൻ്റെ നോട്ട്സ് എല്ലാം ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. നിങ്ങളിത് ക്യാഷ് കൊടുത്തൊന്നും മേടിക്കണ്ട. ഞാൻ ഈ ചാനലെല്ലാം ഇട്ടേക്കാം. ഇത് കൂടാതെ നമുക്ക് നെക്സ്റ്റ് വീക്കോട്ട് തൊഴിൽ വീതിയിലെ കറണ്ട് അഫെയറും കൂടെ കവർ ചെയ്യാം. കറണ്ട് അഫെയറിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര്? N കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര്? N കുട്ടിക്കൃഷ്ണപിള്ള. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം? കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവിജി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മറൈൻ ഡ്രൈവ് കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി.
ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് 24. കെ ലിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കെക്ക് കുടുംബശ്രീ, ലിഫ്റ്റ് LIFT അല്ലേ, ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, അതാണ് കെ ലിഫ്റ്റ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. വരേരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ്. ഈ ചോദ്യമൊക്കെ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ ക്വിസ് ഇട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അന്നുള്ള കറണ്ട് അഫെയർ ആ സമയത്ത് ഇടുന്നുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട്, കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് വരുന്ന ഏതെങ്കിലും പരീക്ഷയ്ക്ക്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? സ്നേഹഹസ്തം. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ എന്ന് തന്നെ. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ്. ഇടുക്കിയിലെ കുളമാവിൽ നിന്നാണ് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരഗവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരഗവ്യൂഹം. നമുക്ക് രാജ്യാന്തര അതൊന്നും കൂടെ നോക്കാവേ. രാജ്യാന്തര ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്ന മറൈൻ ഡ്രൈവ്, കൊച്ചി. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് 24. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന കാസർഗോഡ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട്, കോഴിക്കോട്. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി.
ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അലകവ്യൂഹം. ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യന്, മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം 346. നഗരപദ്ധതി ഏതാണ്? അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് 346 അത് 333 സംതിങ് എങ്ങാണ്ടാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. 2023 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല അത് എറണാകുളമാണ്. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. ഇനി കുറച്ച് യൂണിവേഴ്സിറ്റികളുടെ കാര്യമാണ്, നമുക്ക് നോക്കാം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ്. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്റ്റ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്റ്റ്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇതെല്ലാം ഈ ക്വസ്റ്റ്യനൊക്കെ ചാനൽ ഇട്ടിരുന്നതാണ്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. പഠിച്ചവർക്കാണെങ്കിൽ ഒരു റിവിഷനാണിത്.
അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാ വർമ്മയാണ്. കൃതി രൗദ്രസാത്വികം. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്, സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ നിയമസഭ കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ, കേട്ടോ, കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പം കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ആരെന്ന് വെച്ചാൽ അതും കേരളമാണ്. ഏതാണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളിൽ ആദ്യം കേരളമാണ്. കോഡ് ഗ്രേ പ്രോട്ടോകോൾ. എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ? സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ. അതാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ. പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി. തുടർച്ചയായി എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചോദിച്ചാലേ പിണറായി വിജയൻ എഴുതാവുള്ളൂ. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർച്ചയായി, കേട്ടോ, ആ വാക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് കേരള മന്ത്രിമാർ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം എന്താണെന്ന്. 52ാമത്തെ ക്വസ്റ്റ്യൻ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസി. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അതിൽ അഭിനയിച്ച കഥാപാത്രം ആടുജീവിതത്തിൽ നജീബിനെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണെന്നും എല്ലാവർക്കും അറിയാം. ഫെൻറ്റാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ. ഇത് പോർച്ചുഗലിലാണ് കേട്ടോ. ഫെൻറ്റാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേള. ടൊവിനോ തോമസ് ആയിരുന്നു. ചിത്രം അദൃശ്യജാലകങ്ങൾ. ഏത് ചിത്രത്തിനാണ് ലഭിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കാം. ഏത് ചിത്രത്തിനാണ് ടൊവിനോ തോമസിന് ഫെൻറ്റാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അദൃശ്യജാലകങ്ങൾ. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ്. എല്ലാ റെക്കോർഡും അടിച്ച് തൂഫാനാക്കിയത് നമ്മൾ കണ്ടാണ്. തമിഴ്നാട്ടിലെ വരെ മലയാളം സിനിമയുടെ ഹയസ്റ്റ് കളക്ഷനാണ്. 243 സംതിങ് ക്രോറാണ് വേൾഡ് വൈഡ് കളക്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ. ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബോറേലിയ ബർഗ്ഡോർഫറി
എഴുതി പഠിക്കണം. ബോറേലിയ ബർഗ് ഡോർഫറി, ബോറേലിയ ബർഗ് ഡോർഫറി. എൻ്റെ കൂടെ പറഞ്ഞു ബോറേലിയ ബർഗ് ഡോർഫറി, ബോറേലിയ ബർഗ് ഡോർഫറി. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബോറേലിയ ബർഗ് ഡോർഫറി. ഉറപ്പായിട്ട് ഏതെങ്കിലും എക്സാം ഈ വർഷം ചോദിക്കുവേ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഈ ഇടം എന്നൊരു പദ്ധതി, ഇടം എന്ന് പറഞ്ഞാൽ EDAM ആണ്, എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ. ആ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. ഞാനിപ്പോഴും പറയുകയാണ്, ഇച്ചിരി പോപ്പുലറായിട്ടുള്ള ക്വസ്റ്റ്യനൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ലേ, ആടുജീവിതമൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബോറേലിയ ബർഗ് ഡോർഫറി. ഞാൻ തന്നെ പഠിച്ചു. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രസ്സിന് അർഹയായത് സന ഇർഷാദ് മട്ടു. ചോദിക്കാം, കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. 63ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കല്ലേറ്റുംകര, ഇരിങ്ങാലക്കുട. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ജാത്തിരെ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര, ഇരിങ്ങാലക്കുട. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ജാത്തിരെ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്ലാറ്റ്ഫോമാണത്, സി സ്പേസ്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റുലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റുലി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ
ഇതുവരെ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റുലി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഇതുവരെ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധാനം ചെയ്യുന്നത് അരുൺ രാജനാണ്. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധാനം ചെയ്യുന്നത് അരുൺ രാജൻ. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്, വർക്കല. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബീച്ച് പാപനാശം ബീച്ച്, വർക്കല. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണാൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ്. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്, വർക്കലയിലാണ് പാപനാശം ബീച്ച്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ EV നാരായണൻ പെരുവണ്ണാൻ. അടുത്ത ചോദ്യം 77. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ PK രാധാമണിക്ക് 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ നിന്ന് പുരസ്കാരം നേടാനായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ നിന്ന് പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയതാരാണെന്ന് ചോദിക്കും. അമൃത പ്രീതമാണ് അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത്. അമൃത പ്രീതം. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി KK ഗംഗാധരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകളു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. സ്കൂൾ കലോത്സവം നടന്ന വേദി കൊല്ലമാണ്. അത് ആദ്യം തൊട്ടൊന്നും കൂടെ വായിക്കാം. 4 ക്വസ്റ്റ്യൻ. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ
കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി കെ ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകളു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. വേദിയായിരുന്നത് കൊല്ലമാണ്. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിതയ്ക്കാണ് ലഭിച്ചത്. കവിതാ സമാഹാരം കവിത മാംസഭോജിയാണ്. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ്റെ പേരാണ് സുരേന്ദ്രൻ നായർ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കവിതാ സമാഹാരം കവിത മാംസഭോജിയാണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മ. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകെ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. നോവൽ എസ്തേർ. അപ്പം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ അവാർഡ് പുരസ്കാരം ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിതാ സമാഹാരം കവിത മാംസഭോജിയാണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. നോവൽ എസ്തേർ. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M മുകുന്ദൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M മുകുന്ദൻ. PSLV C57 ഇലക്ട്രോണിക്സ് മോഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏത്? കെൽട്രോൺ. PSLV 57 ഇലക്ട്രോണിക്സ് മോഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏത്? കെൽട്രോൺ. വംശനാശത്തിൻ്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. വംശനാശത്തിൻ്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. PSLV 57 ഇലക്ട്രോണിക്സ് മോഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ. വംശനാശത്തിൻ്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് V ഹരിനായർ. മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന 2023 ലോക്മത്ത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറം.
കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. മികച്ച നവാഗത പാർലമെൻറ്റേറിയൻ നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിൻ്റെ കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിൻ്റെ കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഇന്ത്യ മേഖലയിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നോക്കാം. അടുത്തത് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് ഇടാം. 95ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് കുമരകം ബേപ്പൂർ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ്. 97ാമത്തെ ക്വസ്റ്റ്യൻ. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സി വിജിൽ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സ്. രാജ്യത്തെ ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം NAFIS, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഇത്രയും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാവേ. 95ാമത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകവും ബേപ്പൂറും. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സാക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സി വിജിൽ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സ്. രാജ്യത്തെ ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദാത്തെ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIAയുടെ പുതിയ DG ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദാത്തെ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡ. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിൽ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? അരവിന്ദ് പനഗരിക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? അരവിന്ദ് പനഗരിക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവാണ്. പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K സുഗതൻ. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ
ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ്. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത് സൂറത്തും ഇൻഡോറുമാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ, ഉത്തർപ്രദേശിലാണ്. അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി യോഗിരാജ് അരുൺ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. 1950 സുപ്രീം കോടതി, അറിയാമല്ലോ. അപ്പം 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയം. ഇത്രയും ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ നോക്കാവേ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എസ് രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K. സുഗതൻ. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്ന എവിടെയാണ്? ലക്നൗ, ഉത്തർപ്രദേശ്. അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി യോഗിരാജ് അരുൺ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയം. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ അസം സ്വദേശിനി പാർവതി ബർവ ഹസ്തികന്യ എന്നറിയപ്പെടുന്നു. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ ആസാം സ്വദേശിനി പാർവതി ബർവ ഹസ്തികന്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്ന. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡിലാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ, പാരീസ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ, പാരീസ്. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെ നഗരം ബംഗളൂരു. പെട്ടെന്ന് നമുക്കൊന്നും കൂടെ വായിക്കാം. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി പാർവതി ബർവ ഹസ്തികന്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിൽ. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡിൽ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ, പാരീസ്. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെ നഗരം ബംഗളൂരു. ബാക്കി 123 ക്വസ്റ്റ്യൻ പാർട്ട് 2 ആയിട്ടിടും. അതിനകത്ത് ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം.